ഹലോ ഫ്രണ്ട്സ്, 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഡേ 12. അപ്പോൾ 12ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളിന്ന്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാവി വിഭാവനം ചെയ്യുക, നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ജീവിതം സൃഷ്ടിക്കുക, അത് കാണുക, അത് അനുഭവിക്കുക, അതിൽ വിശ്വസിക്കുക. ജാക്ക് കാൻഫീൽഡിൻ്റെ വാക്കുകളാണിവ. പരാതികൾ പറയാതെ പകരം അഭിനന്ദനങ്ങൾ കൊടുക്കുവാൻ നാം ശീലിച്ച ഒരു ദിവസമാണ് കഴിഞ്ഞു പോയതല്ലേ. പരാതികളുടെ ഭാരമില്ലാത്ത ഈ 24 മണിക്കൂർ സമയം എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ഏറെ ആസ്വദിച്ചുവെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഒരു ശീലം തുടരുന്നത് വഴി ജീവിതത്തിലുണ്ടാകുന്ന പോസിറ്റീവ് മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ആഗ്രഹങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും എത്താനായി ഈ ഒരു നിലപാട് മുന്നോട്ടുള്ള ജീവിതത്തിൽ സ്വീകരിക്കണമെന്നത് എൻ്റെ ഈ സുഹൃത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതിയൊരു ദിവസത്തിലേക്ക് കടക്കുകയാണ്. യെസ് ടെക്നിക്ക്. എന്താണ് ഈ യെസ് ടെക്നിക്ക്? എന്താണോ നമ്മുടെ ആവശ്യം അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നമ്മുടെ പരമാവധി ഊർജം അതിലേക്ക് കൊടുക്കുക. ഇതിനായി ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച വിഷ് ലിസ്റ്റ് എടുക്കുക. ഒരു ചെറു പുഞ്ചിരിയോടെ അതിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെ കണ്ണോടിക്കുക. ഇങ്ങനെ കണ്ണോടിക്കുന്ന സമയത്ത് നമ്മുടെ ഓരോ ഗോളുകളിലേക്കും ഊർജം റിലീസ് ചെയ്തു കൊടുക്കണം. ഈ വിഷ് ലിസ്റ്റിലെ ആഗ്രഹങ്ങൾ സഫലമാകുമ്പോഴുള്ള ആ അനുഭവത്തിലേക്ക് എത്താനുള്ള മെത്തേഡാണ് ഇന്ന് നാം പ്രാക്ടീസ് ചെയ്യുന്ന യെസ് ടെക്നിക്ക്. ഉദാഹരണത്തിന്, നിങ്ങളുടെ വിഷ് ലിസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ കാർഡിൽ നിങ്ങളൊരു വീട് സ്വന്തമാക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത് വിചാരിക്കുക. വലിയ വീടുകളൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഇത്രയും വലിയ വീട് വെച്ചത്, കള്ളപ്പണമായിരിക്കും, ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ ഇനി മുതൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകരുത്. പകരം നിങ്ങളുടെ സ്വപ്നത്തിലുള്ള വീട് കാണുമ്പോൾ ഇനി മുതൽ യെസ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് എന്നിലേക്ക് വരുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിൽ പറയുക. കാർ സ്വന്തമാക്കണമെന്നതാണ് ഗോൾ കാർഡിലെ വിഷൻ ബോർഡിലോ എഴുതിയിട്ടുള്ളത് എങ്കിൽ കാറിൻ്റെ ബ്രാൻഡ്, മോഡല്, കളറ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അതിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതനുസരിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങിയാൽ അന്ന് മുതൽ നാം യാത്ര ചെയ്യുമ്പോൾ അതുപോലെയുള്ള കാറുകൾ പലപ്പോഴായി നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നിങ്ങളുടെ സ്വപ്നം നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ സൂചനകളായി കാണുക. എങ്ങനെയാണിത് പ്രാക്ടീസ് ചെയ്യേണ്ടത് നോക്കിയാലോ. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വിഷ് ലിസ്റ്റ് എടുക്കുക. 101 ആഗ്രഹങ്ങൾ വരെ വിഷ് ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഇനി എഴുതിയിട്ടില്ലെങ്കിൽ എഴുതുക. ആ വിഷ് ലിസ്റ്റ് കയ്യിലെടുത്ത് 3-4 പ്രാവശ്യം ദീർഘശ്വാസം എടുക്കുക. അതിനുശേഷം നിങ്ങൾ എഴുതിയ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് എന്ന് നന്നായി ഫീൽ ചെയ്തുകൊണ്ട് അത്രയും എനർജി പുറത്ത് വിട്ടുകൊണ്ട് പുഞ്ചിരിയോടെ വായിക്കുക. ഓരോ ഗോളും വായിച്ചതിന് ശേഷം യെസ് 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 എന്ന് 3 തവണ പറയുക. ഉച്ചത്തിൽ പറയാൻ സാധിച്ച അത്രയും നല്ലത്. എന്നാൽ നിങ്ങൾക്ക് ചുറ്റും ആളുകളുണ്ടെങ്കിൽ നെഞ്ചിൽ കൈവച്ച് മനസ്സിൽ പറയുക. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ ഗോൾ കാർഡിലോ വിഷൻ ബോർഡിലോ എഴുതിയിട്ടുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള ഏതൊരു കാര്യവും മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാണുമ്പോൾ യെസ് ടെക്നിക്ക് ആവർത്തിക്കുക. അവരൊരിക്കലും കുറ്റം പറയാതിരിക്കുക, പകരം അവരെ മനസ്സുകൊണ്ട് ബ്ലെസ് ചെയ്യുക, ഒപ്പം യെസ് ടെക്നിക്ക് ചെയ്യുക. നല്ലൊരു ബന്ധമാണ് നിങ്ങൾക്ക് ആകർഷിക്കേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ബന്ധം ശക്തമാകണമെങ്കിൽ സ്നേഹത്തോടെ ജീവിക്കുന്ന ദമ്പതികളെ കണ്ടാൽ കുറ്റം പറയുകയോ അസൂയപ്പെടുകയോ അല്ല ചെയ്യേണ്ടത്. അവരെ അനുഗ്രഹിച്ചിട്ട് യെസ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ പ്രണയാർദ്രമായ വീഡിയോകളും അങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ടാവും, പാട്ട് സീന്, അതൊക്കെ കാണുന്ന സമയത്ത് വെറുപ്പൊന്നും കാണിക്കരുത്. അപ്പോഴും യെസ് ടെക്നിക്ക് ചെയ്യാം. ഓക്കെ, യെസ് ടെക്നിക്ക് നിങ്ങൾക്ക് ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം രാവിലെ എഴുന്നേറ്റ ഉടനെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപാണ്. ഇന്നു മുതൽ ആത്മാർത്ഥതയോടുകൂടി ഹൃദയത്തിൽ നിന്ന് ഈ യെസ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും യെസ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്